പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പോരായ്മകളെ പരിഹരിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. യേശുവിനെയും യേശുവിന്റെ അമ്മയായ മറിയത്തെയും യേശുവിന്റെ ശിഷ്യന്മാരെയും ഒരു കല്യാണ വിരുന്നിന് ക്ഷണിക്കുന്ന ഒരു ഭാഗം യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട് പ്രിയമുള്ളവരെ. അത് കാനാവിലെ കല്യാണ വീട്ടിൽ യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കല്യാണ വീട്ടിൽ ഭക്ഷണം ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു പോയാൽ, അതിൽ പ്രധാനമായി വിളമ്പുന്ന ഭക്ഷണമാണ് കുറഞ്ഞതെങ്കിൽ വിളിക്കപ്പെട്ട വ്യക്തികളെ ഭക്ഷണം കൊടുക്കാതെ വിടുന്നത് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ യേശു ആ കല്യാണ വിരുന്നിനുള്ളത് കൊണ്ട് ആ കല്യാണ വിരുന്നിന് വിളമ്പിക്കൊണ്ടിരുന്ന വീഞ്ഞ് തീർന്നുപോയി. വീഞ്ഞ് തീർന്നപ്പോൾ യേശുവിനെ യേശുവിന്റെ അമ്മ അറിയിച്ചു. യേശുവിന്റെ അമ്മയോട് പറഞ്ഞു, എന്റെ സമയമായില്ല, എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ച അതേ യേശുവിന്റെ അടുക്കൽ വന്നവരോട് യേശു പറഞ്ഞത്, തീർന്നുപോയ വീഞ്ഞ് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നവനാണ് യേശു എന്നവിടെ യേശു തെളിയിക്കാൻ പോവുകയാണ്. 6 കൽപ്പരണികൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന 6 കൽപ്പരണികൾ എടുപ്പിച്ചു. പോരായ്മകളെ പരിഹരിക്കുന്ന കർത്താവിന്റെ ഒരു പ്രവൃത്തിയാണ് കാണുന്നത്. പാദങ്ങൾ കഴുകാനുള്ള കൽപ്പരണികളിൽ വെള്ളം നിറച്ച കൽപ്പരണികളായിരുന്നു. 6 കാലി കൽപ്പരണികൾ എടുത്തു, അതിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ വെള്ളം കൊണ്ടുപോയി വിരുന്നുവാഴികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, അത് വീഞ്ഞായി മാറി. എന്റെ കർത്താവ് എന്നോട് എന്നത് ചെയ്യണമെന്ന് പറഞ്ഞോ, ആ പറഞ്ഞതുപോലെ ചെയ്താൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം ഇന്നുണ്ടാകും. നിന്റെ ജീവിതത്തിലെ പോരായ്മകളെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു യേശുവാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അത് വിവാഹവേദിയിലാകട്ടെ, അത് മരിച്ചിടത്താകട്ടെ, അത് തളർന്നു കിടക്കുന്നവന്റെ അടുക്കലാകട്ടെ, രക്തസ്രാവം പിടിപെട്ട സ്ത്രീയുടെ അടുക്കലാകട്ടെ, അത് 3 ദിവസമായി സുവിശേഷം പറഞ്ഞ യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ജനത്തിന്റെ അടുക്കലാകട്ടെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വലിയ പ്രവൃത്തിയല്ലേ യേശു ചെയ്യുന്നത്. എന്തു പോരായ്മയാണോ ഉള്ളത്, എന്തു കുറവാണോ ഉള്ളത്, എന്തു രോഗമാണോ ഉള്ളത്, എന്ത് പ്രശ്നമാണോ ഉള്ളത്, അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന ഒരേ ഒരുവനല്ലേ നമ്മുടെ കർത്താവ്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ ഒറ്റനാമം കല്യാണ വീട്ടിൽ മാത്രമല്ല പ്രിയമുള്ളവരെ, നിന്റെ വീട്ടിലും ഇതുപോലെ കടന്നു വരും കർത്താവ്. നിന്റെ ഇതുപോലെയുള്ള വലിയ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ യേശുവിന് കഴിയുന്നേ. യേശു ചെയ്തു തരുന്ന ദൈവമാ. നീ യേശുവിനെ ഒന്ന് ക്ഷണിച്ചേ നിന്റെ വീട്ടിലേക്ക്. വീട്ടിൽ യേശു വന്നാലുണ്ടല്ലോ, നമ്മുടെ എന്ത് പോരായ്മകളും പരിഹരിക്കപ്പെടും, എന്ത് പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. യേശു വന്നു കഴിഞ്ഞാൽ, യേശു ഉണ്ടെന്ന് നീ അറിയാൻ തുടങ്ങിയാലുണ്ടല്ലോ, നിന്റെ സംസാരം ഇതാ യേശു കേൾക്കും എന്ന് മക്കളോട് പറയും. യേശു കേൾക്കുമെന്ന് വിചാരിച്ച് നമ്മളും ഒന്നും പറയാതെ സൈലന്റ് ആയിട്ടിരിക്കും. ഇന്ന് യേശു ഉണ്ടെന്ന് വിചാരിച്ചേ ഭാര്യയോട് ദേഷ്യപ്പെടുവോ, ഭർത്താവിനോട് ദേഷ്യപ്പെടുവോ, കുടുംബത്തിൽ മക്കളോട് ദേഷ്യപ്പെടുവോ, ബഹളമുണ്ടാക്കുവോ? ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പോരായ്മകളെ പരിഹരിക്കുന്ന യേശുവിനെ ക്ഷണിക്കണം. നിന്റെ വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ മക്കൾ പഠിക്കുന്നില്ലേ, ആ യേശുവിനെ വിളിക്കണം. പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെ ബുദ്ധി തുറന്ന് പഠിപ്പിക്കും.
പോരായ്മകളെ പരിഹരിക്കുന്ന കർത്താവില്ലേ? അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയം തുറന്ന് നമുക്ക് അവനെ വിളിക്കാം. കർത്താവേ, എന്റെ ഭവനത്തിൽ അങ്ങ് വരണം, എന്റെ ഭവനത്തിൽ വരണം. ആ ശതാധിപൻ വിളിച്ചതുപോലെ എന്റെ ഭവനത്തിൽ വരാൻ ഞാൻ എനിക്കൊരു യോഗ്യതയും ഇല്ലെന്ന് പറഞ്ഞവൻ കണ്ടോ, ദൈവം അവിടെ അത്ഭുതം ചെയ്തില്ലേ? ഇതുപോലെ നിന്റെ ഭവനത്തിൽ അത്ഭുതം ചെയ്യും. ഈ വചനം നിന്നെ വേർതിരിക്കുന്ന വചനമാ, നിന്നെ വിടിവിക്കുന്ന വചനമാ, നിന്നെ ബലപ്പെടുത്തുന്ന വചനമാ. യേശുവിനെ വിളിച്ചോണം, ക്ഷണിച്ചോണം. അവൻ അത്ഭുതം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.